ഹായ് ഗൈസ്, അപ്പം ഞാൻ കേട്ടിരിക്കാൻ്റെ സബ്മിറ്റിലെത്തി. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് സാംഗ്രിന്ന് ജുഡാക്കി തലാബ് വരെയുള്ള ട്രക്കിംഗ് ഇന്ന് നമ്മൾ ചെയ്യും. ഓക്കെ, സോ ട്രക്കിങ്ങിന് പോകുന്ന വഴിക്കുള്ള വ്യൂസ് ഞാൻ കാണിച്ചു തരാം. മുകളിലൊരു -9°C വരെ ഇപ്പോൾ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ സ്നോഫോൾ കറൻ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. വി ക്യാൻ എക്സ്പെക്ട് സ്നോഫോൾ, പക്ഷെ അറിയത്തില്ല. പക്ഷെ നോക്കാം. ഓക്കെ, നമ്മളിവിടുന്ന് ഇങ്ങനെ നിങ്ങൾക്ക് ജസ്റ്റ് വ്യൂസ് കാണിച്ചു തരാം. ഇതാണ് സാംഗ്രി. ആക്ച്വലി വെരി ബ്യൂട്ടിഫുൾ. സാംഗ്രി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. ചുറ്റിനും ഉത്തരാഖണ്ഡ് കൂടുതൽ സ്ഥലങ്ങളും ചുറ്റിനും മൗണ്ടൻസ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. ആ മലയിൽ കുറച്ച് സ്നോ ഉണ്ട്. ആ മല ഉണ്ട്, ആ മല അവിടെ കുറച്ച് സ്നോ ഉണ്ട്. മല ഇപ്പം കാണാൻ പറ്റത്തില്ല, കാരണം ആ മല ഇതിന്റെ അപ്പുറത്താണ്. ഇതിനേക്കാളും വലുതാ മല, പക്ഷെ ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏകദേശം തളർന്നിട്ടുണ്ട്. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷെ തളർന്നു. അപ്പോൾ നമ്മൾ 2 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നു. ഇനി 2 കിലോമീറ്ററും കൂടി. 2 കിലോമീറ്റർ കൊണ്ട് കഴിയുമ്പോൾ നമ്മൾ ചുടാക്കി തലാബിലെത്തി. ഞാൻ ഏകദേശം നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ക്ഷീണിച്ചില്ല, പക്ഷേ ഞാൻ ഭയങ്കര സ്ലോ ആണ് നടക്കാൻ. സ്ലോ ആയിട്ട് ഒരു പേസിൽ നടന്ന് പക്ഷേ ഇവരെ അങ്ങനെ ഓവറായിട്ട് ക്ഷണിച്ചൊന്നുമില്ല. സാധാരണ ഞാൻ ക്ഷണിക്കുന്നത് വലിയ ക്ഷണിച്ചൊന്നുമില്ല. ഓക്കെ ഗൈസ്, തലാബിലെത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ ഒരു ക്യാമ്പ് കിട്ടിയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പ്. നമ്മൾ വരുന്ന സമയത്ത് കുറച്ച് സൂര്യപ്രകാശമൊക്കെ ഉണ്ട്. അതിപ്പോൾ സൂര്യൻ ഇല്ല, അപ്പോൾ നല്ല തണുപ്പുണ്ട്. കുറച്ച് ക്ലൈമറ്റൈസ് ആവട്ടെ, അങ്ങനെ നമുക്കിന്ന് ഇവിടെ ഇരിക്കാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ട്രക്കിങ്ങൊന്നുമില്ല, നമ്മൾ ഫുൾ ഇവിടെ തന്നെ ആയിരിക്കും. നമുക്ക് ബോഡി ഇവിടെ ഒരു 0° വരെ പോവും, -1° വരെ പോകും എന്നാണ് കേട്ടത്. നമുക്കൊന്ന് ക്ലൈമറ്റൈസ് ആവാം. എൻ്റെ അമ്മയെ കണ്ണ് ഞാൻ പോവാ, എനിക്ക് വേണ്ട പോക. ഇന്ന് നമ്മളിനി ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും ജുഡയിൽ നിന്ന് ബേസ് ക്യാമ്പിലോട്ട് കയറും. ജുഡയിൽ നിന്ന് ബേസ് ക്യാമ്പിലോട്ട് കയറിയിട്ട് ഇന്ന് ബേസ് ക്യാമ്പിലായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. ബേസ് ക്യാമ്പിൽ എത്തിയതിന് ശേഷം അവിടെ ആയിരിക്കും ഹോൾട്ട്. അത് കഴിഞ്ഞ് നാളെ രാവിലെ 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും നമ്മൾ ബേസ് ക്യാമ്പിൽ നിന്ന് സമ്മിറ്റിലോട്ട് കയറും. എന്നിട്ട് അവിടെ നമ്മൾ സമ്മിറ്റിൽ ഒരു 3 മണിയാകുമ്പോഴായിരിക്കും കയറി തുടങ്ങുന്നത്. 3 മണിയാകുമ്പം സമ്മിറ്റിൽ കയറിയിട്ട് സമ്മിറ്റിൽ സൺറൈസ് കണ്ട് നമ്മൾ തിരിച്ച് നേരെ എന്നെ ഇറക്കമാണല്ലോ, പെട്ടെന്ന് ഇറങ്ങാമല്ലോ. നേരെ എനിക്ക് ഇച്ചിരി ഇറക്കമാണ് പ്രശ്നം. ഇങ്ങനെ ചർക്ക് വീഴുമെന്ന് ആലോചിച്ചായിരിക്കും ഞാൻ ഇറക്കത്തിൽ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എനിക്ക് ചർക്കത്തിലുണ്ടാവും. സ്നോ മൂടേണ്ട സ്ഥലങ്ങളാണ് ഈ ഒരു ടൈമിൽ, സ്നോ മൂടേണ്ട സംസ്ഥാനങ്ങളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം കുറച്ച് സ്നോഫോൾ അറിയത്തില്ല, ലേറ്റ് ആവുമെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ അബൌട്ട് ഇറ്റ്, ബട്ട് വാട്ട് എവർ. ഇരിക്കുന്നില്ല കൈ. ഓക്കെ, ബട്ട് വാട്ട് എവർ,
എനിക്കിഷ്ടപ്പെട്ടു. സ്നോ ഇല്ലെങ്കിലും ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള നല്ല കിടിലൻ സ്ഥലം. ഐ തിങ്ക് യു മസ്റ്റ് വിസിറ്റ് കേദർകാന്ത സൺഡേ. സോ ഗുഡ്, സോ ഗുഡ്. നിങ്ങൾ കാണുന്ന ആ മലയാണ് സ്വർഗാരോഹിണിയുടെ ജുഡയെന്നുള്ള വ്യൂ. ഓക്കെ, അതങ്ങനെ ഒഫീഷ്യലായിട്ട് ആരും ട്രക്കിങ്ങിന് പോകാറില്ലാത്ത മലയാണെന്ന് തോന്നുന്നു. അവിടെ ഫുള്ള് സ്നോഫോളാണ്. വീണാലും ഞാൻ തിരിച്ച് ഏറ്റവും ടോപ്പിൽ തന്നെ ഉണ്ടാവും. അതുണ്ടോ അവിടെ ഒരു വില്ലേജ് ഉണ്ടോ? ഉണ്ടോ? അതെ, വില്ലേജിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അവിടെ ഒരു വില്ലേജ് ഉണ്ട്. നിങ്ങൾക്ക് നേരെ കാണുന്നുണ്ടാവും. കുറേ കളേഴ്സ് കാണുന്നുണ്ടല്ലോ. അവിടെ ഒരു വില്ലേജ് ഉണ്ട്. നിങ്ങൾക്ക് ആ മലകളിലെല്ലാം സ്നോ ഉണ്ട്. ആ മലയാണ് സ്വർഗാരോഹിണി. ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെ ഒരു മല. നമുക്ക് വേണമെങ്കിൽ ഈ സമയത്തോട്ടാ കിട്ടിയ സാധനം. ഓക്കെ, ഹായ് ഗൈസ്, ട്രക്ക് ചെയ്ത് ഇപ്പോൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് 2 കിലോമീറ്റർ കൊണ്ട് കഴിഞ്ഞ് നമ്മൾ ബേസ് ക്യാമ്പിലെത്തും. ഇതാണ് ഇവരുടെ എന്തൊരു ഡ്രിങ്ക്, മറന്നു പേരെന്ത്, ഇതിൻ്റെ പേരെന്തായിരുന്നു? ഇതാണ് ജുഡാക്കി തലാബ്. തലാബ് എന്ന് വെച്ചാൽ കുളം. സോ അതാണ് കുളം, കണ്ടില്ലേ? ചൂടാക്കി തല കുറേയൊക്കെ ഐസാണ്, കുറേയൊക്കെ ഐസായിട്ടുണ്ട്. ഫ്രോസൺ ആയിട്ടിരിക്കുക. ആ വെള്ളമൊക്കെ നോക്കി, ആ വെള്ളമൊക്കെ ഫ്രോസൺ ആയിട്ടിരിക്കുക. ഹായ്, അപ്പോൾ നമ്മൾ ട്രക്ക് ചെയ്ത് ബേസ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് ഒരു 2 മണിയായപ്പോൾ തന്നെ എത്തി. അത് കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിച്ചു. ഇപ്പോൾ നമ്മളിങ്ങനെ ടെൻറ്റിലിരിക്കുവാണ്. ഇത് കഴിഞ്ഞ് നമുക്കൊരു 6 മണിയാകുമ്പോൾ ഡിന്നർ കാണും. അത് കഴിച്ചിട്ട് നമ്മൾ നാളെ രാവിലെ 2 മണിയാകുമ്പോൾ സമ്മിറ്റ് കയറാൻ പറ്റും. ഈ കുറേ പേര് ഇങ്ങനെ വഴിയിൽ ഇറങ്ങുമ്പോൾ ഒക്കെ പറയുന്നുണ്ടായിരുന്നു സബ്മിറ്റ് കയറാൻ പറ്റിയില്ല, ഭയങ്കര ശ്വാസത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായി, അങ്ങനെ ഇങ്ങനെ കുറേ ആൾക്കാരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് നോക്കാം. നമുക്കങ്ങനെ ആ പ്രശ്നം ഉണ്ടാകത്തില്ലായിരിക്കും എന്ന് വിശ്വസിക്കാം. പിന്നെ ഓക്കെ, അങ്ങനെയൊക്കെയാണ് ബേസ് ക്യാമ്പിലെ കാര്യങ്ങൾ. എനിക്കിന്നും ട്രക്ക് അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റീപ്പായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റങ്ങളുണ്ട്. പക്ഷേ പതുക്കെ കയറിയാൽ മതി, സ്ലോ ആയിട്ട് കയറി കഴിഞ്ഞാൽ വലിയൊരു ഗ്യാങ്ങൊക്കെ ആണെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ, ചിലപ്പം എത്ര എന്താ പറയുക സ്ലോ ആയിട്ട് കയറുന്ന കാര്യം അറിഞ്ഞൂടാ. ഞങ്ങൾ 4 പേരും പിന്നെ ട്രക്ക് ലീഡറേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്കത്ര സ്ലോ ആയിട്ട് കയറിയാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ ഒരുപാട് അങ്ങ് ലേറ്റായിട്ടൊന്നുമില്ല. ചെറിയ ലാഗൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഞാനായിരിക്കും മെയിൻ കാരണം. ബട്ട് എനിക്കങ്ങനെ ബോഡിക്ക് ഇതൊരു ക്ഷീണം തട്ടിയിട്ടില്ല. കാരണം ഞാൻ അക്ലമറ്റൈസ് ചെയ്ത് ഓരോ ഹൈറ്റ് കയറുമ്പോഴും നിന്ന് ആ ഒരു നമ്മുടെ ശ്വാസത്തിൻ്റെ ആ ഒരു ലെവൽ കറക്റ്റാക്കി കയറുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നം ഇതുവരെ, ക്ഷീണം എൻ്റെ ബോഡിക്ക് ഇതുവരെ തട്ടിയിട്ടില്ല, ടു ബി വെരി ഓണസ്റ്റ്. മേ ബി തണുപ്പായതുകൊണ്ടുകൂടിയായിരിക്കും ക്ഷീണിക്കാതിരുന്നത്. കുഴപ്പമൊന്നുമില്ല, കാലിന് വലിയ പ്രശ്നമൊന്നുമില്ല. അതിനിപ്പോൾ നാളത്തെ വഴി കുറച്ചും കൂടി സ്റ്റീപ്പാണെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ട്രക്ക് ലീഡർ അത്ര വലിയ സ്റ്റീപ്പൊന്നും അല്ല എന്നാണ് പറഞ്ഞു. പക്ഷേ ഇറങ്ങുന്ന ആൾക്കാർ കുറച്ചും കൂടി സ്റ്റീപ്പാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ട്രക്ക് ലീഡർ നമുക്ക് കോൺഫിഡൻസ് തന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമുക്ക്
നല്ല സുഖമായിട്ട് കയറി ഇറങ്ങാം. പിന്നെ എനിക്ക് ആകെയുള്ളൊരു കൺസേൺ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്നോഫോൾ കിട്ടിയേക്കണം. പക്ഷേ വരുന്ന വഴിക്കൊക്കെ ഐസ് ഉണ്ട് കേട്ടോ. ഐസ് ഇങ്ങനെ കട്ട പിടിച്ചാണ് ഇങ്ങനെ കുറച്ച് സ്ഥലത്തായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ സൂണായിട്ട് തന്നെ ഇവിടെ സ്നോഫോൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് തോന്നുന്നു. പക്ഷേ ദിസ് ഈസ് വെരി ഗുഡ്. ഈ ഒരു ക്ലൈമറ്റിൽ ഇത്രയും വളരെ ഇപ്പം ബേസിലെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഭയങ്കര എന്താ പറയുക, കാമാണ് ഇവിടെ. ഞാൻ നേരത്തെ ജുഡയെന്ന് പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര കാമാണ് ഇവിടെ. ഒരു പ്രശ്നങ്ങളുമില്ല. വളരെ എന്താ പറയുക, അത്ര ഇതില്ലല്ലോ, അത്ര തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ നല്ല സുഖമുണ്ട്. നല്ല സമാധാനമുള്ള സ്ഥലം. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹിമാലയസ് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. കാണുന്നുണ്ടോ? അതാ ഇവിടെ ചെണ്ടിന്ന് കുറേ കാണാൻ പറ്റും. കുറേ ഇഷ്ടം പോലെ ഹിമാലയൻ പർവ്വത നിരകൾ അങ്ങോട്ട് കാണുന്നുണ്ടാവും. ബേസിലാകുമ്പോഴത്തേക്കിനും ബേസിലെല്ലാ ക്യാമ്പിങ്ങുകാരും ഏകദേശം ഒരു ഏരിയ മൊത്തത്തിൽ ഒരുമിച്ചിട്ട് തന്നെയാണ് അവർ ക്യാമ്പ് സെറ്റ് ചെയ്യുന്നത്. ജുഡയിൽ അങ്ങനെയല്ല. ജുഡയിൽ പലരും പല സ്പോട്ടിലായിട്ട് ജുഡയിൽ. പക്ഷേ ഇവിടെ എല്ലാവരും ഏകദേശം ഒരുമിച്ച് തന്നെയാണ്. നാളെ ഒരു 100 സംതിങ് പേരെ കയറുന്നുള്ളതെന്നാണ് തോന്നുന്നത്. സാധാരണ മഞ്ഞ് വീണ് കഴിഞ്ഞാൽ അത് ഒത്തിരി നമ്പേഴ്സ് ആവും. ആൾ കുറവായതുകൊണ്ട് തന്നെ പൊടി കുറവാണ്. നല്ല എന്താ പറയുക, നല്ലൊരു വൈബുണ്ട് കയറാൻ. ഞാൻ പെട്ടെന്നൊരു കാര്യം പറയട്ടെ. വാട്ട് ആർ ദ തിങ്സ് ടു ക്യാരി കേദർകാന്ത ട്രക്കിംഗ്. സോ ഞാനിപ്പോൾ കേദർകാന്ത ബേസ് ക്യാമ്പിലാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് തെർമൽസ് വേണം. പിന്നെ നമുക്കൊരു ജസ്റ്റ് ഒരു പോളിസ്റ്റർ ടീഷർട്ട് ഇടുക. ഇതൊക്കെ ചിലപ്പം ബേസ് ക്യാമ്പിൽ നിന്ന് മാത്രമേ ആവശ്യം വരത്തുള്ളൂ. തെർമൽസൊക്കെ താഴേന്നേ ആവശ്യം വരും. തെർമൽസ്, ഒരു പോളിസ്റ്റർ ടീഷർട്ട്, ഒരു ഫ്ലീസ്, ഒരു -5, ഒരു -10 ഡിഗ്രി, -5 to -10 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ താങ്ങാൻ പറ്റുന്ന ഒരു ജാക്കറ്റ്. ഞാനൊരു വാട്ടർ പ്രൂഫ് ജാക്കറ്റാണ് എടുത്ത് വാങ്ങിച്ചത്. ഡെക്കാത്തലോണിൻ്റെ ഒരു 2000 റുപ്പീസിന് ഒരു വാട്ടർ പ്രൂഫ് ജാക്കറ്റ്. അതുപോലെ തന്നെ ഫ്ലീസ് ഞാൻ ഡെക്കാത്തലോണിലുള്ള സെക്കൻഡ് ലൈഫിൽ നിന്ന് എടുത്തൊരു ഫ്ലീസാണ്. തെർമൽസ് ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തതാണ്. അത് കഴിഞ്ഞ് പിന്നെ വേണ്ടുന്നത് ബോട്ടത്തിൽ അതുപോലെ തെർമൽസ്. അതുപോലെ തന്നെ ഞാൻ ഡെക്കാത്തലോണിൻ്റെ ഒരു ട്രക്കിംഗ് പാൻസാണ്. അതിനകത്ത് തന്നെ തെർമൽസ് വരും. തെർമൽസ് വിത്ത് വാട്ടർ റിപ്പല്ലൻ്റ് ആയിട്ടുള്ളൊരു ട്രക്കിംഗ് പാൻസ്. ഇതൊരു 999 ഒരു വാട്ടർ ട്രക്കിംഗ് പാൻസ്. ഇത്രയാണിപ്പം ഞാൻ നിലവിൽ ക്യാരി ചെയ്യുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗ്ലൗസിൻ്റെ കാര്യമാണെങ്കിൽ ഒരു ലൈനർ ഗ്ലൗസും വേണം. പിന്നെ ഒരു ഗ്ലൗസും വേണം. ഞാനൊരു വാട്ടർ റെസിസ്റ്റൻറ്റ് വാട്ടർ റിപ്പല്ലൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലൗസ്, വാട്ടർ പ്രൂഫ് ഗ്ലൗസാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഓൺലൈനിൽ നിന്ന്. ഒരു 400 രൂപയുടെ സാധനം. സോക്സിൻ്റെ കാര്യമാണെങ്കിൽ ഒരു 4 പേര് സാധാ സോക്സ്, ഒരു 2 പേര് തെർമൽ സോക്സ്, ഒരു പേര് 1-2 പേര് വൂളൻ സോക്സ്. നിങ്ങളതൊന്നും മാറ്റാൻ പോകുന്നില്ല. ഞാൻ സാംഗ്രി തൊട്ടേ സെയിം സാധനം. കാരണം നമ്മുടെ സാധനം ഒന്നും മുഷിയത്തില്ല. അതുകൊണ്ട് നമുക്കൊന്നും മാറ്റേണ്ട കാര്യമില്ല. നമുക്ക് ഡ്രസ്സ് ഊരുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. അതുകൊണ്ട് ആ ഒരു ടാസ്കും കൂടി വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ശരിക്കും ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. ഒരു സോക്സ്, ഒരു തെർമൽ സോക്സ് ജസ്റ്റ് കൈ കരുത്. ഒരു പേര് സാധാ സോക്സും കൊണ്ട് വേണമെങ്കിൽ കൈ കരുത്. ഒരു വൂളൻ സോക്സ്. അത് നമ്മൾ സാംഗ്രിന്ന് എന്തായാലും സാംഗ്രിന്ന് ഞാൻ സാംഗ്രിന്ന് ഇട്ടുകൊണ്ട് കയറി. സാധാരണ ചിലർക്ക് ചൂടാന്ന് മതി. ഓക്കെ, ഇത്രയാണ്. പിന്നെ ഞാനൊരു വാട്ടർ പ്രൂഫ് ഷൂസ്, അത് നല്ല കിട്ടുന്ന ഒരു ട്രക്കിംഗ് ഷൂസ്, 1700 ഒരു വാട്ടർ പ്രൂഫ് ട്രക്കിംഗ് ഷൂസ് ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്ത സാധനമുണ്ട്. അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കിട്ടുന്ന സാധനം. ഇതുവരെ കയറി ഒരു സ്ഥലത്ത് പോലും, നല്ല സ്റ്റീപ്പായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, ഒരു സ്ഥലത്ത് പോലും ഒരു ചർക്കൽ പോലും എനിക്ക് വന്നിട്ടുള്ള നല്ല ഷൂസ്. പിന്നെ വേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ചിലപ്പം ബേസ് ക്യാമ്പ് വരെ എല്ലാവർക്കും ഒന്നും ജുഡ വരെ നിങ്ങൾക്ക് ആവശ്യം വരത്തില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു നല്ലൊരു ട്രക്കിംഗ് പോൾ, അത് ഓൺലൈൻ ഓർഡർ ചെയ്യാനായി ഞാൻ പറയത്തുള്ളൂ. ഓൺലൈൻ ഓർഡർ ചെയ്ത് നല്ല കിട്ടുന്ന സാധനം കിട്ടും. നല്ലൊരു ട്രക്കിംഗ് പോൾ ഇത്ര വേണം. കിടക്കുന്നുണ്ട് ഗൈസ്, നന്നായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അക്ലമറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മുടെ ക്യാപ്പ് വേണം. അതുപോലെ നമ്മുടെ നെക്ക് ബാൻഡ് വേണം. കഴിഞ്ഞല്ലേ? ഇത്രയൊക്കെ ഉള്ളൂ. ഇതിൻ്റെ ആവശ്യമുള്ളൂ ഗൈസ്. ഈ ഒരു ബാൻഡ് ട്രക്കിങ്ങിന് ഇവിടെ എടുക്കേണ്ട സാധനങ്ങൾ ഇത്രയേ ഉള്ളൂ. പിന്നെ സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ലിപ് ബാം എന്തായാലും വേണം. നമ്മുടെ ലിപ്പ് നല്ല വൃത്തിക്ക് നശിക്കും. കൊണ്ടുള്ള ലിപ്പ് നല്ല വൃത്തിക്ക് നശിക്കും. അതുകൊണ്ട് ലിപ് ബാം മസ്റ്റാണ്. നല്ലൊരു ലിപ് ബാം വാങ്ങിച്ചോളുക. ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ വേണമെങ്കിൽ ഒരു ബോഡി മോയ്സ്ചറൈസർ. തണുപ്പൊക്കെ കൂടുമ്പം എനിക്ക് ചൊറിച്ചിൽ വരുന്നൊരു സ്വഭാവമുണ്ട്. പിന്നെ ഞാനൊരു ബോഡി മോയ്സ്ചറൈസർ എടുത്തു. എനിക്കത് സാങ്കരന്ന് മാത്രമേ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് തണുപ്പ് കൂടിയതുകൊണ്ട് അതൊന്നും എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വന്നില്ല. എന്നാലും ഞാൻ ബോഡി മോയ്സ്ചറൈസർ വെച്ചു. പിന്നെ വേണമെങ്കിൽ ഒരു 2-3 മരുന്ന് എടുത്തു. ഒരു കോൺസ്റ്റിപ്പേഷൻ്റെ മരുന്ന്, ഒരു ഗ്യാസിൻ്റെ മരുന്ന്. എനിക്കിതൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വേണമെങ്കിൽ ഒരു പാരസെറ്റമോള്. പിന്നെ വോമിറ്റിംഗ്, നിങ്ങൾ വേണമെങ്കിൽ
ഡെറാഡൂണിൽ നിന്ന് സാങ്കരിയിലോട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ല ചുറ്റൽ വഴിയാണ്. അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വൊമിറ്റിങ്ങിൻ്റെ ഒരു ടെൻഡൻസി ആണെങ്കിൽ ഈ വൊമിറ്റിങ്ങിൻ്റെ ഒരു മരുന്ന് വെച്ച് നിങ്ങൾ ഓക്കെ ആവും. ഇത്ര സാധനങ്ങൾ എടുത്താൽ മതി. ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും കൂടി കുത്തിക്കിറ്റി ബാഗിനകത്ത് വെക്കരുത്. ഒരു ചെറിയ ബാഗ്, വലിയ ബാഗൊന്നും എടുക്കരുത്. ഒരു ചെറിയ ബാഗ് എടുക്കുക. ആ ചെറിയ ബാഗിനകത്ത് നിങ്ങളുടെ ജാക്കറ്റ് വെക്കുക, മരുന്നുകൾ നിങ്ങൾ വെക്കുക, ഒരു തെർമൽ ഫ്ലാസ്ക്, അതൊക്കെ ഇവിടുന്ന് റെൻറ്റിന് കിട്ടും. അത് ഞങ്ങൾ അവിടെ നിന്ന് എടുത്തുകൊണ്ടുണ്ടായിരുന്നു. തെർമൽ ഫ്ലാസ്ക് കിട്ടും. ശരിക്കും ക്യാമ്പിൻ ഹിമാലയസിൻ്റെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത് കിട്ടും. നല്ല ഗ്രൂപ്പ്, നല്ല ട്രക്ക്, വെരി നൈസ് ട്രക്ക്, ഇഷ്ടപ്പെട്ട ഒരു ട്രക്ക്, നല്ല ട്രക്ക് ലീഡർ, മലയാളി തന്നെയാണ് ട്രക്ക് ലീഡർ. ക്യാമ്പിൻ ഹിമാലയസ് മലയാളികളുടെ. ഓക്കെ, ആരുടെ ഫുഡൊക്കെ കിട്ടില്ല. ഫുഡ് വളരെ സമാധാനമായിട്ടുള്ളൊരു സ്ഥലം, വളരെ സമാധാനമായിട്ടുള്ളൊരു ട്രക്ക്. ഞാൻ സ്ലോ പേസിൽ തന്നെ കയറി. അധികം സ്പീഡിലൊന്നും കയറാൻ പറ്റത്തില്ല. സ്പീഡിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ കിതച്ച് തുടങ്ങുമ്പോൾ ഞാൻ നിൽക്കും. നിന്ന് ആ കിതപ്പൊന്ന് ജസ്റ്റ് ഒരു 20 to 30 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യും, പിന്നെയും കയറും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ കയറിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അന്ന് നിങ്ങൾ എടുത്തുകൊണ്ട് വരേണ്ട കാര്യമൊന്നുമല്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ആവശ്യമില്ലാത്ത ബാഗിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും കുത്തിക്കയറ്റി വെക്കരുത്. നിങ്ങളുടെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. കാരണം ഞാൻ എടുത്തു, എൻ്റെ ബാഗ് ഒരാളെ പിടിക്കുന്നത്, അയാളുടെ ചെറിയ ബാഗാണ് ഞാൻ പിടിക്കുന്നത്. ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും ബാഗ് കുത്തി കയറ്റരുത്. ചെറിയൊരു ബാഗ് അവിടെ നിങ്ങൾ വാങ്ങിക്കുക. ഒരു ചെറിയ ട്രക്കിംഗ് ബാഗ്, അത് ഡെക്കത്തിലുണ്ട്. ഒരു 500-ൻ്റെ ബാഗ് കാണും തോന്നുന്നു, എനിക്കറിയത്തുള്ള എത്രയാണ്. അത് വാങ്ങിക്കുക, അത് ഇട്ടുകൊണ്ട് വരിക. അത്ര മതി, എൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ടുന്ന ഒരു സാധനം കൂടി ഞാൻ പറയാൻ മറന്നുപോയി. നമ്മുടെ റെയിൻ കോട്ട് പോലത്തെ പോഞ്ചോ വേണം. അതും നിങ്ങൾക്ക് ഇവിടെ ഇതിന് കിട്ടും, പർച്ചേസിന് കിട്ടും. അത് മതി, എൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ ഓക്കെ ബൈ. എനിക്കിനി സംസാരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് സി, ഇതാണ് ബേസ് ക്യാമ്പിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫുള്ള് മലകളാണ്, ഫുൾ ഹിമാലയൻ മലനിരകളാണ്. ഓക്കെ, അപ്പോൾ ശരി ബൈ. നാളെ സമയത്ത് നിന്നാണ്. ഹായ് ഗൈസ്, അപ്പം ഞാൻ കേട്ടിരിക്കാൻ്റെ സബ്ജക്റ്റിലെത്തി. ഞാൻ പറഞ്ഞ പോലെ തന്നെ സമ്മിറ്റിലോട്ട് കയറുന്നത് കുറച്ച് ടാസ്ക്കായിരുന്നു, നല്ല ടാസ്ക്കായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ശ്വാസത്തിൻ്റെ പ്രശ്നം ഉണ്ടായി. പക്ഷെ ഞാൻ കയറി ഗൈസ്. ലുക്ക് അറ്റ് സൺവരുണ്ട്, സൺറൈസ് ഉണ്ട്, മലകൾ ഉണ്ടല്ലേ. കൊടുത്തു. पीछे कुछ नहीं दिख रहा है क्या? ये स्वर्ग रोड की पहाड़ है, यहाँ से पांडव गए थे। വീഡിയോ എടുക്കാം. ഇങ്ങെത്തി കേട്ടതാ, ഇങ്ങെത്തി ഇപ്പൊ ഇതുണ്ട്. ഇത് നമ്മൾ തിരിച്ച് ബേസ് ക്യാമ്പിൽ നിന്ന് തിരിച്ച് ജുഡയിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള ജുഡാക്കി തലാബിൻ്റെ വ്യൂ ആണ്. ബ്യൂട്ടിഫുൾ റൈറ്റ്. ഹായ് ഗൈസ്, അപ്പം നമ്മൾ ഇറങ്ങി, കണ്ടില്ലേ, ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് സാങ്ക്രിയിലെത്തി. ഇതാണ് സാങ്ക്രി. തിരിച്ച് കംപ്ലീറ്റ് ചെയ്തു, സമയത്ത് കംപ്ലീറ്റ് തിരിച്ചെത്തിച്ചാ.